ഇസ്ലാമിക ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന് പണം നൽകിയ 10,000 മലയാളി അക്കൗണ്ടുകൾ കണ്ടെത്തിയെന്നാണ്. അപ്പോൾ മലയാളികൾക്ക് ഭീകര പ്രസ്ഥാനങ്ങളിലുള്ള സ്വാധീനം ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നതാണ് ഈ വാർത്ത. NIA കണ്ടെത്തിയിരിക്കുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് പണമെത്തിയത്. ഇന്ത്യയിലെത്തിയാൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന സാഹചര്യത്തിലാണ് അക്കൗണ്ട് ഉടമകൾ ഗൾഫ് രാജ്യങ്ങളിൽ തുടരുന്നത് എന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്ത. 10,000. കൃഷ്ണ, നമുക്കറിയാം ഈ സത്യസരണിയിലെ സംഭവം ഒരു പെട്ടെന്നൊരു ദിവസം ഈ ഒരു വിവരം പുറത്തേക്ക് വിടുമ്പോൾ മലയാളികളെല്ലാം ഞെട്ടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. നമ്മുടെ സർക്കാരും മുഖ്യമന്ത്രിയും എല്ലാം പറയുന്നത് എന്താണ്? കേരളത്തിൽ അത്തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങളൊന്നുമില്ല എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. 10,000 പേരാണ് പണം ഭീകര സംഘടനയായ ഒന്നായിട്ട് ഇത്തരം കണ്ടെത്തലുകൾ കൂടി വരുന്നൊരു കിട്ടിയിരിക്കുന്നത് മലയാളികളുടെ അക്കൗണ്ടുകളിൽ നിന്നാണ് എന്നൊരു ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് ഈ ഒരു മണിക്കൂറിൽ വന്നുകൊണ്ടിരിക്കുന്നത്. സത്യസരണിയിലെ സംഭവവും നമുക്ക് ചെറുതായി കാണാൻ സാധിക്കില്ല. കേരളത്തിലെ മതപരിവർത്തന കേന്ദ്രമായി സത്യസരണി മാറി എന്നായിരുന്നു EDയുടെ കണ്ടെത്തൽ. മാത്രമല്ല, കേരളത്തിൽ ഇത്തരം ഭീകരവാദ പ്രവർത്തനങ്ങൾ വളരെ അധികം ഉണ്ട് എന്നൊരു കണ്ടെത്തൽ കൂടിയുണ്ട്. പക്ഷേ അതിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ്. നമ്മൾ 1, 2, 3, 4, 10, 15 പേരിലേക്ക് മാത്രം ചുരുങ്ങിയിരുന്ന ഒന്നാണ്. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. പോപ്പുലർ ഫ്രണ്ട് എന്ന ഭീകര സംഘടന, നിരോധിക്കപ്പെട്ട സംഘടനയ്ക്ക് 10,000 മലയാളികൾ ഗൾഫിലിരുന്ന് പണം അയച്ചു അവരെ വളർത്താൻ എന്നാണ് വാർത്ത. ഗൗതം അനന്തനാരായണൻ ഒപ്പം ചേരുന്നു. ഗൗതം, ഏറെ ഞെട്ടിപ്പിക്കുന്നുണ്ട് ഈ വാർത്ത, അല്ലെ? കൃഷ്ണരാജ്, പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് ശേഷവും അതിന് മുൻപും ഈ ഭീകര സംഘടനയ്ക്ക് എവിടെ നിന്നാണ് പണം എത്തുന്നത് എന്നത് സംബന്ധിച്ചുള്ള വലിയ അന്വേഷണം ദേശീയ ഏജൻസികൾ നടത്തുന്നുണ്ടായിരുന്നു. ദേശീയ അന്വേഷണ ഏജൻസിയും അതോടൊപ്പം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റുമാണ് ആദ്യം ഇതുമായി ബന്ധപ്പെട്ടുള്ളൊരു അന്വേഷണം നടത്തിയത്. അതിൽ കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഏതാണ്ട് 13,000 അക്കൗണ്ട് വഴിയാണ് PFI എന്ന ഇസ്ലാമിക ഭീകര സംഘടനയ്ക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്നും പണം എത്തിയത്. ഈ പണം എത്തിയ 13,000 അക്കൗണ്ടുകളിൽ 10,000 അക്കൗണ്ടുകൾ മലയാളികളുടേതാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഘടകം. ഈ മലയാളികളെല്ലാം തന്നെ ഗൾഫ് രാജ്യങ്ങളിലാണ്. UAEയുടെ ഭാഗമായിട്ടുള്ള ദുബായ്, അബുദാബി, അതോടൊപ്പം തന്നെ ഷാർജ പോലെയുള്ള വിവിധ സ്ഥലങ്ങളിൽ UAEയുടെയും അതോടൊപ്പം തന്നെ മറ്റ് ഗൾഫ് രാജ്യങ്ങൾ, സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് ജോലി ചെയ്യുന്നവരാണ്. അവരാണ് ഈ 10,000 അക്കൗണ്ടുകളുടെ ഉടമ എന്നാണ് ദേശീയ അന്വേഷണ ഏജൻസി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെ 13,000 അക്കൗണ്ടുകൾ വഴി ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന് രാജ്യത്തേക്ക് പണമെത്തി. അതിൽ 10,000-ത്തിലടുത്ത അക്കൗണ്ടുകളും മലയാളികളുടേതാണ് എന്ന ഞെട്ടിപ്പിക്കുന്നതായ വസ്തുത ദേശീയ അന്വേഷണ ഏജൻസി വ്യക്തമാക്കുകയാണ്. മാത്രമല്ല, ഇതിൽ ശ്രദ്ധേയമായ മറ്റൊരു ഘടകം ഈ 10,000 മലയാളികളും നമ്മുടെ രാജ്യത്തേക്ക് തിരിച്ചു വരുന്നില്ല എന്നുള്ളതാണ്. ഇവരെല്ലാം കണ്ണൂര്, കാസർഗോഡ്, മലപ്പുറം പോലെയുള്ള വടക്കൻ കേരളത്തിലെ വിവിധ ജില്ലകൾ, അതുപോലെ തന്നെ പത്തനംതിട്ട പോലുള്ള ജില്ലകളിൽ നിന്നൊക്കെ ഉള്ളവരാണ്. ഇവരെല്ലാം ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് ശേഷം തിരിച്ച് ഇന്ത്യയിലേക്ക് എത്തിയിട്ടില്ല. ഈ ഗൾഫ് രാജ്യങ്ങളിൽ തന്നെ തുടരുകയാണ്. കാരണം രാജ്യത്തേക്ക് തിരിച്ചെത്തിക്കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ ദേശീയ അന്വേഷണ ഏജൻസി ഇവരെ കസ്റ്റഡിയിലെടുക്കും. ഈ ഭയം മൂലമാണ് ഈ PFIയുടെ ഭീകരന്മാർ, അതല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് എന്ന ഭീകര സംഘടനയെ സഹായിച്ച വ്യക്തികൾ ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ തുടരുന്നത്. NIA വൃത്തങ്ങൾ നമുക്ക് നൽകുന്ന സൂചന ഇവരിൽ പലരും അവരുടെ കുടുംബങ്ങളെ അവിടേക്ക് കൊണ്ടുപോവുകയാണ്. അതായത് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള അവരുടെ ഭാര്യമാർ, അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങൾ, അങ്ങനെയുള്ളവരെയൊക്കെ കാണുന്നതിനായി അവരെ അവിടേക്ക് കൊണ്ടുപോകുക മാത്രമാണ് ചെയ്യുന്നത്. ഈ വ്യക്തികൾ, ഈ 10,000 അക്കൗണ്ട് ഉടമകളിൽ ആരെങ്കിലും നമ്മുടെ രാജ്യത്തെ വിമാനത്താവളത്തിൽ എത്തിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യുക എന്നതാണ് കേന്ദ്ര ഏജൻസികളുടെ നീക്കം. ഏതാണ്ട് 2 ദിവസങ്ങൾക്ക് മുൻപ് ഡൽഹിയിൽ അത്തരം ഒരു അറസ്റ്റ് നടന്നിരുന്നു. ബീഹാർ സ്വദേശിയായ ഒരു മുഹമ്മദ് ആലം എന്ന വ്യക്തി ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങിയ സമയം തന്നെ ദേശീയ അന്വേഷണ ഏജൻസി ഇയാളെ കസ്റ്റഡിയിലെടുത്തു. ഇയാൾ ഈ പോപ്പുലർ ഫ്രണ്ടിന് ദുബൈയിൽ നിന്നും പണം നൽകിയ അക്കൗണ്ടുകളുടെ ഒരു ഉടമയാണ്. ഈ 13,000 അക്കൗണ്ടുകളിൽ ഒരു വ്യക്തിയാണ് ഈ മുഹമ്മദ് ആലം എന്ന ബീഹാറിലെ പട്ന സ്വദേശി. ഇയാൾ ദുബൈ വിമാനത്താവളത്തിൽ നിന്നും നേരെ പറന്നുയർന്ന് ഡൽഹിയിലെത്തി. ആ ഘട്ടത്തിൽ തന്നെ ദേശീയ അന്വേഷണ ഏജൻസി ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഈ രീതിയിൽ ഇത്തരത്തിൽ പണം നൽകിയിട്ടുള്ള ആളുകൾ നമ്മുടെ രാജ്യത്ത് എവിടെ കാലുകുത്തിക്കഴിഞ്ഞാലും ആ സെക്കൻഡിൽ തന്നെ NIAക്ക് അത് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരം ലഭിക്കും. ഈ ഭയം മൂലമാണ് ഈ പോപ്പുലർ ഫ്രണ്ടിനെ സാമ്പത്തികമായി സഹായിച്ചിട്ടുള്ള ആളുകൾ ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ തന്നെ തുടരുന്നത്. കൃഷ്ണരാജ്, ഗൗതം, ഈ 10,000 മലയാളികളുടെ അക്കൗണ്ടിൽ നിന്ന് PFIക്ക് പണമെത്തി. അതായത് ഈ PFIയെ നിരോധിച്ച ശേഷവും അവിടെ തലപൊക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നാണോ നമുക്ക് മനസ്സിലാക്കേണ്ടത്? വേരറുത്ത ശേഷവും NIA അവരുടെ പ്രവർത്തനങ്ങൾ അറിയാൻ പിന്നാലെയുണ്ട് എന്നുകൂടി മനസ്സിലാക്കണ്ടേ?
കൃഷ്ണരാജ്, ആ സൂചനയാണ് അല്ലെങ്കിൽ ആ സന്ദേശമാണ് ദേശീയ അന്വേഷണ ഏജൻസി ആണെങ്കിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണെങ്കിലും നൽകുന്നത്. അതായത് സാധാരണയായി നമ്മുടെ രാജ്യത്ത് മുൻപ് പല നിരോധനങ്ങൾ കേന്ദ്ര ഏജൻസികളും നടത്തിയിട്ടുണ്ട്. നമുക്കറിയാം 1980കളുടെ ആ സമയത്ത് രൂപപ്പെട്ടിട്ടുള്ള സിമി, പിന്നീട് 2000-ൽ AB വാജ്പേയി സർക്കാരാണ് അതിൻ്റെ നിരോധനം ഏർപ്പെടുത്തിയത്. ആ സിമി പിന്നീട് NDF ആയി മാറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിൽ നിന്നും ഈ കേന്ദ്ര ഏജൻസികൾ ഉൾപ്പെടെ കണ്ടെത്തിയ ഒരു കാര്യം, നിലവിൽ ഏതെങ്കിലുമൊക്കെ സംഘടനകൾ വിവിധ പേരുകളിൽ വീണ്ടും പ്രവർത്തിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അത് ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട് ശക്തമായ നിരോധനം നരേന്ദ്രമോദി സർക്കാർ ഏർപ്പെടുത്തിയത്. കാരണം സിമി പോലെയുള്ള പല സംഘടനകൾ നമ്മുടെ രാജ്യത്ത് നിരോധിച്ചുവെങ്കിലും പിന്നീട് വ്യത്യസ്തമായ പേരുകളിൽ അത്തരം സംഘടനകൾ സജീവമാകുകയും സിമിക്ക് ശേഷം NDF ഉണ്ടാകുന്നുണ്ട്. NDF ഏതാണ്ട് നിരോധനത്തിൻ്റെ ഘട്ടത്തിലേക്ക് എത്തുമ്പോഴാണ് 2006-ൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന പുതിയ ഭീകര സംഘടന വരുന്നത്. അബ്ദുൾ നാസർ മദനി ആദ്യം ഇസ്ലാമിക് സേവാ സംഘ് എന്ന സംഘടന ISS ഉണ്ടാക്കുന്നു. ആ ISS നിരോധിക്കുന്ന ഘട്ടത്തിൽ പിന്നീട് PDP ആകുന്നു. അങ്ങനെ ഒരു സംഘടനയെ നിരോധിച്ചു കഴിഞ്ഞാൽ മറ്റു പേരുകളിൽ വീണ്ടും ഇസ്ലാമിക ഭീകര ശക്തികൾ നമ്മുടെ രാജ്യത്ത് വേരൂന്നിയ ചരിത്രമുള്ളതിനാൽ നരേന്ദ്രമോദി സർക്കാരും ഇപ്പോഴത്തെ ആഭ്യന്തര മന്ത്രാലയവും കടുത്ത നിലപാടാണ് പോപ്പുലർ ഫ്രണ്ടിന് മേൽ സ്വീകരിച്ചിരിക്കുന്നത്. അതായത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനം 2022 സെപ്റ്റംബർ മാസം 28-ാം തീയതി പുലർച്ചെയാണ് നടപ്പാക്കിയതെങ്കിൽ അതിനുശേഷവും കേന്ദ്ര ഏജൻസികൾ, പ്രത്യേകിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണെങ്കിലും NIA ആണെങ്കിലും ഈ ഭീകരരുടെ പിന്നാലെയുണ്ട്. ഇവർക്ക് അതിനുശേഷം സാമ്പത്തിക സഹായം നൽകിയവരും ഈ 13,000 അക്കൗണ്ട് ഉടമകളിൽ ഉണ്ട് എന്ന് തന്നെയാണ് EDയും NIAയും നമുക്ക് നൽകുന്ന സൂചന. എന്നാൽ ഈ 13,000 അക്കൗണ്ട് മുഴുവൻ നിരോധനത്തിന് ശേഷം മാത്രം പണം അയച്ചതല്ല, അതിന് മുൻപും പണം അയച്ചിട്ടുണ്ട്. കാരണം ഡൽഹി കലാപത്തിൽ ഉൾപ്പെടെ PFIയുടെ പങ്ക് നേരത്തെ അന്വേഷണ സംഘം കണ്ടെത്തുകയും വ്യാപകമായി വിദേശത്ത് നിന്നും പണം എത്തി ആ പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരം കലാപങ്ങൾ രാജ്യത്തിൻ്റെ പല ഭാഗത്ത് പോപ്പുലർ ഫ്രണ്ട് ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയത് എന്ന് ദേശീയ അന്വേഷണ ഏജൻസി കണ്ടെത്തിയതാണ്. ഈ കണ്ടെത്തിയ ഇത്തരം കണ്ടെത്തലുകളുടെ എല്ലാം ഫൈൻഡിങ്സിൻ്റെ തുടർച്ച എന്ന നിലയിലാണ് പിന്നീട് 2022-ൽ PFIയെ നിരോധിക്കുന്നത്. അത് നമുക്കറിയാം. അപ്പോൾ ഈ 13,000 അക്കൗണ്ടുകൾ എന്ന് പറയുന്നത് നിരോധനത്തിന് ശേഷം പണം വന്നു എന്നതല്ല, PFIയുടെ പ്രവർത്തനങ്ങൾക്കായി കഴിഞ്ഞ കുറച്ച് നാളുകളായി പണം വന്നിട്ടുള്ള അക്കൗണ്ടുകളാണ് ഈ 13,000. അതിൽ 10,000 എണ്ണവും മലയാളികളുടെ അക്കൗണ്ടുകളാണ് എന്നാണ് NIA വൃത്തങ്ങൾ നൽകുന്ന സൂചന. കൃഷ്ണരാജ്. ശരി, ഇസ്ലാമിക ഭീകര സംഘടനയായ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന് ഗൾഫിൽ നിന്ന് 10,000 അല്ല കേട്ടോ, 13,000 അക്കൗണ്ടുകളിൽ നിന്ന് പണം വന്നു. അത് NIA കണ്ടെത്തിയിട്ടുണ്ട്. എവിടെയെങ്കിലും വന്ന് ഇറങ്ങിയാൽ അപ്പോൾ തൂക്കും എന്ന അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നു, ഗൾഫിൽ തുടരാൻ തന്നെ തീരുമാനിക്കുന്നു. അവരുടെ കുടുംബാംഗങ്ങളെ കൂടി ഗൾഫിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതായത് നിരോധിക്കപ്പെട്ടാലും മറ്റു പല പേരുകളിൽ മറ്റു പല രൂപങ്ങളിൽ അവതരിപ്പിക്കപ്പെടാറാണ് പതിവ്. ഇത്തവണ NIA പേരറുത്തു മാറ്റിയിട്ടും പിടിവിടുന്നില്ല, പിന്നാലെ തന്നെയുണ്ട്. എവിടെ തലപൊക്കിയാലും അവിടെ അടിച്ചിരുത്തുക എന്നതാണ് കേന്ദ്ര ഏജൻസിയുടെ നയം. അതുകൊണ്ട് തന്നെ വളരെ പ്രതിസന്ധിയിലാണ് ഈ 13,000 മലയാളികളും നാട്ടിലെത്താൻ പറ്റാത്ത അവസ്ഥയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൗതം അനന്തനാരായണൻ.